ഇന്ന് നമ്മളൊരു ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബ്രോ തന്നൊരു ചലഞ്ചാണ്. സോ അത്യാവശ്യം നല്ലൊരു കിടിലൻ ചലഞ്ചാണ്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ എനിക്ക് അറിയില്ല ഇത് എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്തിടും. സോ നിങ്ങളും നല്ല 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 ചലഞ്ച് ഐഡിയസ് താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. പിന്നെ ഇതിൻ്റെ ഒരു 10-20 ട്രൈയോളം ഞാൻ നടത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ എന്തായാലും നമുക്ക് എന്തായാലും നേരെ വീഡിയോയിൽ കിടക്കാം. നമ്മളെ ഒരു സബ്സ്ക്രൈബർ ഒരു ചലഞ്ച് പറയാൻ നമ്മളങ്ങ് ചെയ്യാതിരിക്കും, നമ്മളത് ചെയ്തിരിക്കും. സോ നമ്മൾ ഈ ഒരു ബ്രോയാണ് നമുക്ക് ഇന്ന് ചലഞ്ച് തന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. 9th ആനിവേഴ്സറി ഭാഗമായിട്ട് എന്തൊക്കെയോ വലിയ അപ്ഡേറ്റ് അടപ്പുണ്ട്. നമ്മളെന്തായാലും സോളാർ മാപ്പിൽ ഈ ഒരു സ്പോട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട്. സോ 1v4 ആണ് ഗൈസ് ചലഞ്ച്. സോ നമ്മളെന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടെൻഷൻ അടിച്ച് കളിക്കുന്നത് ഗൈസ്. ഞാൻ ഫുൾ ലൂട്ടൊക്കെ എടുത്ത് ഫുള്ള് സെറ്റായി വന്നപ്പോൾ ഇവിടെ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയൊക്കെ അവനെ അടിച്ചിട്ടു ഗൈസ്. അപ്പോഴാണ് അവൻ്റെ ടീമേറ്റ് അങ്ങ് ലോങ്ങി കുനിഞ്ഞിരിക്കുന്നുണ്ടത്. ഞാൻ എങ്ങനെയോ ഹെഡ് അടിച്ച് അവനെ അടിച്ചിട്ടു. ഞാൻ നല്ല ടെൻസ്ഡായിട്ട് എന്തൊക്കെയോ കാണിച്ചൊരു ഹിറ്റ് ലിസ്റ്റ് എടുത്തു. ഞാൻ എന്തൊക്കെയോ പവർ യൂസ് ചെയ്ത് ആദ്യത്തെ ഒരുത്തനെ എങ്ങനെയൊക്കെയോ നോക്കാക്കിയിട്ടു. ഞാൻ എന്തോ ഒരു പവർ നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു ഡ്രോണും വന്ന് എനിക്കൊരു ഫ്രീ ആയിട്ടൊരു നോക്കും കിട്ടി. അപ്പോഴായിരുന്നു ഒരു 2 സ്ക്വാഡ് എന്നെ വളഞ്ഞിട്ട് എന്നെ അടിച്ചിട്ടത്. ആൻഡ് ദിസ് ഈസ് മൈ സെക്കൻഡ് ട്രൈ ഗൈസ്. സോ നമുക്കെന്തായാലും നേരെ മാപ്പിലേക്ക് ഇറങ്ങാം. സോ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് പെർമുടയാണ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ നോക്കാം. അത്യാവശ്യം ലൂട്ടൊക്കെ തൂക്കി വന്നപ്പോൾ എൻ്റെ ഇവിടെ അടുത്ത് ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ആണെങ്കിൽ സ്കോപ്പ് ഒന്നുമില്ലായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെ അവനെ കുത്തിപ്പിടിച്ചടിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇവിടെ കില്ലെടുത്തവൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവിടെ ഒരുത്താൻ നിൽപ്പുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവനെ എങ്ങനെയെങ്കിലും അടിക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ മാഗ് വെച്ച് കുത്തിപ്പിടിക്കുന്നുണ്ട്. എന്നെ അടിച്ചിട്ട് ഗൈസ്. സോ നമുക്ക് എന്തായാലും പിന്നെ നോക്കാം അടുത്ത നെക്സ്റ്റ് മാച്ച് ഗൈസ്. സോ ഇറ്റ്സ് അവർ 5th ട്രൈ. ആൻഡ് നമുക്ക് കഴിഞ്ഞ ട്രൈയിലൊന്നും കിട്ടിയിട്ടില്ല. 2-3 ട്രൈ ആയിട്ട് നമുക്ക് ഇപ്പോൾ 1 കിലോയിലും കിട്ടുന്നില്ല ഗൈസ്. നമ്മൾ ചെന്നിറങ്ങുന്നതിൻ്റെ ഒരു സ്കോഡിൻ്റെ മുന്നിലോട്ടാണ്. സോ ഞാൻ ഇപ്രാവശ്യം ഇച്ചിരി റിസ്ക് ഒക്കെ എടുത്തിട്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് പീക്കിലോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. ഇപ്രാവശ്യം ഞാൻ സാൻഡിനുമായിട്ട് ക്യാമ്പ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. സാൻഡിനുമായിട്ട് താപ്പോട്ട് ഇറങ്ങിയേ ഓർമ്മയുള്ളൂ. എവിടെ നിന്നൊക്കെ അടി വന്നേന്ന് ഇങ്ങനെയൊക്കെ ഞാൻ ചത്തു ഗൈസ്. സോ വി ഗോണ നെക്സ്റ്റ് ട്രൈ. സോ ദിസ് ഈസ് അവർ 9th ട്രൈ. സോ ഇതിൽ എന്ത് നടക്കുന്നതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. ആൻഡ് ഞാനിവിടെ മെഡൊക്കെ അടിച്ചിപ്പോണ്ട് ഗൈസ്. ആൻഡ് ഇത് സോളാർ മാപ്പാണ്. ഞാൻ ഇതിൻ്റെ മേളിലാണ് വന്ന് ഇറങ്ങിയത് ഗൈസ്. മേളിലായ മറ്റേ ഗ്ലോബ് പോലത്തെ ആ സാധനത്തിൻ്റെ മേളിലാണ് ഇറങ്ങിയത്. അവിടെ എനിമി ഉണ്ടായിരുന്നു. ഞാൻ ചാടി പെട്ടെന്ന് ഇവിടെ വന്നിരുന്നതാണ് ഗൈസ്. സോ എന്തായാലും നമുക്ക് നോക്കാം. ഇവനെ അവനെ അടിച്ചിട്ടുണ്ട്. അവൻ്റെ ടീമേറ്റ് ഇവിടെ അടുത്തെവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും അവന്മാർ വരുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, സോ അവൻ്റെ ടീമേറ്റ് കയറി എടുത്തിട്ട് 2 പേരുണ്ട്. ഞാൻ അവന്മാരെ എങ്ങനെ എടുക്കുന്നത്? ഒരു നല്ല ഹെഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. സോ അവനെ ഹെഡ് കൊടുത്ത് നോക്കാക്കിയിട്ടുണ്ട്. മറ്റവനെ കൂടെ ചത്ത് അവൻ ഓ മൈ ഗോഡ്. എടാ എനിക്കാണെങ്കിൽ 1 HP. മറ്റവനെ പൊക്കിയിട്ട് ഗൈസ്. ഗാഡ്, എങ്ങനെയോ 2നെ എടുത്ത് ഗൈസ്. സോ നമുക്ക് 3 കില്ലായിട്ടുണ്ട് ഈ മാച്ചിൽ. സോ നമുക്ക് നോക്കാം 18 കില്ല് അടിക്കാൻ പറ്റുമെന്ന്. ഞാൻ ഇവിടെ ഹിറ്റ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ഹിറ്റ് ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ സാൻഡിനോ ക്യാരക്ടർ ഇവിടെ ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെയെങ്കിലും ഇവനെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, മൈ ഗോഡ്, അവൻ്റെ M80 ആണ് ഉള്ളത്. ഞാൻ എങ്ങനെയൊക്കെ അവനെ അടിക്കുന്നുണ്ട്. മൈ ഗോഡ്, ചാട്ട്. നമ്മുടെ 9th ട്രൈ പോയിട്ടുണ്ട്. സോ നമുക്കിനി നെക്സ്റ്റ് ട്രൈ നോക്കാം. സോ ഗൈസ്, ദിസ് ഈസ് അവർ 15th ട്രൈ. ആൻഡ് ഇപ്രാവശ്യം എനിക്ക് ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ 2v4 ആണ്. നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൂടെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ നിങ്ങളുടെ ID താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് എൻ്റെ ID ഞാൻ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, UID. സോ നിങ്ങൾ ഫ്രണ്ട് റിക്വസ്റ്റ് ഇടുക. സോ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. സോ നമുക്ക് ഈ ഒരു വട്ടമെങ്കിൽ നമുക്കൊരു 18 കില്ല് വെച്ചോ നോക്കാം. നമ്മുടെ ഫ്രണ്ടിന് അവിടെ ഫൂട്ട് വന്നിട്ടുണ്ട്. സോ നമുക്കൊരു അവിടെ നല്ല അടിയുണ്ട്. നമുക്ക് അവനെ എങ്ങനെയെങ്കിലും അടിക്കാൻ പറ്റുമോ നോക്കാം. ഞാനവനെ നല്ല കുത്തിപ്പിടിച്ച് അടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിനാണ് കില്ല് വയ്ക്കുന്നത്. നെക്സ്റ്റ് ഞങ്ങളൊരു ഹിറ്റ് ലിസ്റ്റ് എടുത്തു. അത് ശരി, സത്യം പറഞ്ഞാൽ അറിയാതെ എടുത്തതാണ്. നമ്മുടെ ടീമേറ്റ് അവിടെ നോക്കായി കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് 2v2 ആണെന്ന് വിചാരിച്ചാണ് ഹിറ്റ് ലിസ്റ്റ് എടുത്തത്. പക്ഷേ 2v4 ആണെന്ന് അതിലും പിന്നാണ് മനസ്സിലായത്. പിന്നെ നമ്മുടെ ടീമേറ്റ് അവിടെ കിടപ്പുണ്ടല്ലോ, ഞാൻ അങ്ങോട്ടൊരു സാൻഡിന് ഇട്ടിട്ടുണ്ട് ഇപ്പം. സോ ഇനിയിപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ അങ്ങനെ ഇവനെ കൂടെ പോക്കണം, ഇല്ലെങ്കിൽ ഇവനോടെ നോക്കായി കഴിഞ്ഞാൽ ഞാൻ പെട്ടു. 1v4 സിറ്റുവേഷൻ ആവും. അവന്മാരുടെ ടീമിൽ ഒരുത്തനെ അടിച്ചെടുത്തിട്ടുണ്ട്. സോ നമുക്കിനിയും അവിടെ പോയിട്ട് 2 പേരെ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ സ്കോപ്പ് ചെയ്ത് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. അറിയാതെ തല ഞാനൊന്ന് പുറത്ത് കാണിച്ചാണ്. ഞാൻ നൈസിനെ അങ്ങ് നോക്കായിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റ് ഒന്ന് പൊക്കുന്നുണ്ട്. ആൻഡ് അവന്മാരാണെങ്കിൽ വേണ്ടി ഇവിടെ എത്തി ഗൈസ്. സോ അവന്മാർ എന്നെ പൊക്കിയിട്ടുണ്ട്. സോ നമുക്ക് മെച്ചപ്പെട്ട സൂപ്പർ ചത്ത്. നെക്സ്റ്റ് ട്രൈ. സോ ഗൈസ്, നമ്മളങ്ങനെ 20 സെക്കൻഡ് ട്രൈ ആയിട്ടുണ്ട്. ആൻഡ് എനിക്കൊന്നും പറയാനില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടീമേറ്റ് ഉണ്ട് കൂടെ. സോ ഞങ്ങൾ കളിച്ച് ഒരു 7 കില്ല് വരെ വന്നായിരുന്നു. ബട്ട് ഞാനത് റെക്കോർഡ് ചെയ്തില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ടീമേറ്റ് എല്ലാവരും കൂടെ കൂട്ടി 2 പേരുണ്ട്. 2 പേരുടെയും കൂടെ കൂട്ടിയാണ്. പക്ഷേ ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നു ഗൈസ്. സോ ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് റൗണ്ട് 22nd റൗണ്ട് ആയിട്ടുണ്ട്. സോ ഇതിലെന്താ നടക്കുന്നതിന് ഇപ്പോൾ ആർക്കറിയാം. നമ്മളെന്തായാലും TV ടവറിൽ 2ഉം കൽപ്പിച്ചങ്ങ് ഇറങ്ങാൻ പോവാണ്. സാൻഡിലാണല്ലോ ഗൈസ്. നമുക്ക് ഈ ഒരു ഇതിൻ്റെ മേളിൽ നിന്നിട്ട് എങ്ങോട്ടെങ്കിലും താഴോട്ട് വിട്ട് നമുക്ക് കുറച്ച് ലൂട്ട് എടുത്തുകൊണ്ട് മേളിൽ കയറാം ഗൈസ്. സോ എങ്ങോട്ടാണ് വേണ്ടത്? അവിടെയൊക്കെ നല്ല അടിയുണ്ട്.
ഗൈസ് ഇങ്ങോട്ടൊരുത്തം വരുന്നുണ്ട്. ഓക്കെ അവനെ ഞാൻ കുത്തിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ടീമിൻ്റെ 2-3 കില്ലൊക്കെ എടുത്ത് നമ്മളെങ്ങനെയൊക്കെ അങ്ങ് പൊക്കി വിട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഭയങ്കര കഷ്ടമാണ് ഗൈസ്, ഭയങ്കര സീൻ സിറ്റുവേഷനാണ്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെയാണ് ഈ ഒരു സ്ലൈഡ് വഴി ഇങ്ങോട്ട് കയറി വരുന്നത്. സോ ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് നേരത്തെ ക്യാമ്പ് അടിച്ചിരിക്കുകയാണ്. അടുത്ത സോൺ വരുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. സോണൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ സോണിൽ കയറാൻ ഓടിയാണ്. എവിടെ നിന്നൊക്കെയോ 2 സ്കോഡി ഞങ്ങളായിട്ട് വളഞ്ഞിട്ടടിച്ച് ഞങ്ങൾ പെട്ടിയായി ഗൈസ്. സോ നെക്സ്റ്റ് ട്രൈ വന്ന് 30ാമത്തെ ട്രൈ ആയി. നമ്മുടെ ടീമേറ്റൊക്കെ ഇറങ്ങിപ്പോയി. ഞാൻ പാതിരാത്രി 12 മണിക്കിരുന്നാണ് കളിക്കുന്നത്. സോ നമ്മുടെ ടീമേറ്റൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആൻഡ് ഇത് നിങ്ങൾ അവിടെ ചലഞ്ചൊക്കെ ഇടുമ്പോൾ ഇച്ചിരി മനുഷ്യനെ കൊണ്ട് പറ്റുന്ന ചലഞ്ചൊക്കെ ചെയ്യും. ആൻഡ് ഇതൊരു ഹീറോയിക് ലോബിയും കൂടാണ് ഗൈസ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ ഗൈസ്. സോ അതാണ് പ്രശ്നം. നമ്മളെന്തായാലും ഇപ്പം ഏതൊരു ഏതൊരു മാപ്പിലാണ് നമ്മൾ ഇറങ്ങുന്നത്. സോ നമുക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങാം. സോ നിങ്ങൾ നമ്മളെപ്പോഴും പറ്റുന്ന ഇതൊക്കെ ഇടുക. ഞാൻ ആ ഒരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PR ഇറങ്ങിയിട്ട് 5 കില്ല് 10 കില്ല് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇത് 18+ കില്ല്. അതേപോലെ തന്നെ 1v4 ഇച്ചിരി ടൈറ്റാണ്, എന്നാലും നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇത് 50ാമത്തെ ട്രൈ ആയാലും ഞാൻ നോക്കും. 50 ട്രൈ വരെയൊക്കെ നോക്കൂടെ, എല്ലാം ഞാൻ ഇറങ്ങിപ്പോവും, ഞാൻ ഗിവ് അപ്പ് ചെയ്യും. എനിക്കിവിടെ നിന്ന് ഒരു അടി വന്നിട്ട് ഞാനാണെങ്കിൽ കയറി നോക്കിയാണ്. ഇവിടെ വന്നപ്പോൾ വരുന്നത് ഞാൻ ഏതോ ഒരു ഗണ്ണ് ചാത്തൻ കണ്ണൊക്കെ വെച്ച് കുത്തിപ്പിടിച്ച് അവനെ നോക്കാക്കി അടിച്ചിട്ടു ഗൈസ്. അവനെ കംപ്ലീറ്റ് ആക്കുന്നു. തേരാപ്പാര ഓടിക്കൊണ്ട് നടക്കുന്നതിനെ എങ്ങനെയോ അടിച്ചിട്ട് ഗൈസ്. അത് കറക്റ്റ് ഹെഡൊക്കെ കയറി ഉണ്ടായിരുന്നു. അതായത് അവരിപ്പോൾ നമ്മളെ തിരിഞ്ഞിട്ട് അടിച്ച് വന്നേനെ ഗൈസ്. ഫ്രീ ആയിട്ടൊരു കുമ്മൻ കിട്ടി ഗൈസ്. സോ നമുക്ക് അങ്ങനെ 3 കില്ലായിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു 5-6 കുമ്മനോടെ കിട്ടിയത് നൈസായനെ. എന്നെ ഒരുത്തന്നെ അടിച്ച് എച്ചിലാക്കി പാതി ഹെൽത്താക്കി. ഞാൻ എൻ്റെ വുഡ് പെക്കർ ഹെഡ് ഷോട്ട് സ്കില്ല് വെച്ച് ഞാൻ അവരെ അടിച്ചിട്ട് ഗൈസ്. എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കില്ല, കില്ല സാരമായിരുന്നു. വണ്ടിയും കൊണ്ട് വേറൊരുത്തനെ അടിച്ചിട്ട് ഞാൻ ചാടി വന്ന് അവനെ എങ്ങനെയൊക്കെയോ അടിച്ചിട്ടു ഗൈസ്. I do guys. സോ നമുക്കങ്ങനെ 5 കില്ലായിട്ടുണ്ട്. സോ നമുക്കിത് എങ്ങനെയെങ്കിലും ഒരു 10 കില്ലെങ്കിലും അടിക്കുകയാണെങ്കിൽ നൈസായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ചലഞ്ച് അവിടെ വെച്ച് നിർത്തുക ഗൈസ്. 10 കില്ല് എന്നെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ, 18 എന്നെ കൊണ്ട് പറ്റത്തില്ല. സോ എന്തായാലും ഒരു ഹിറ്റ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. സോ അത് അങ്ങ് ഇച്ചിരി ദൂരെയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഹിറ്റ് ലിസ്റ്റ് എടുത്ത് തിരിഞ്ഞില്ല, ജനലി ആടി ഒരു തന്നെ ഒന്ന് അടിക്കാൻ നോക്കിയാണ്. ഞാൻ ബൈസം വെച്ച് കുത്തിപ്പിടിച്ച് അടിച്ചിട്ടുണ്ട് അവനെ. സോ നമുക്ക് എന്തായാലും ഹിറ്റ് ലിസ്റ്റിൻ്റെ അടുത്ത് പോകാം. ഞാൻ ഹിറ്റ് ലിസ്റ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ അവനെ ആരോ തട്ടി. സോ നമ്മളിവിടെ വന്നപ്പോൾ വേണ്ടി ഇവിടെ ഒരു ഫ്രീ കുമ്മൻ കിട്ടി ഗൈസ്. സോ നമ്മൾ അതൊന്നും എടുത്തിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ അങ്ങനെ 7 കില്ലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. സോ ഞാൻ ഇത്ര നേരം നിങ്ങളെ പറ്റിക്കുമായിരുന്നു. ഇത്ര നേരമല്ല, ഈ ഒരു മാച്ച് ഫുള്ളി ഞാൻ നിങ്ങളെ പറ്റിക്കുമായിരുന്നു. ദാറ്റ് ഈസ് ഇത് റാങ്കിലൊന്നുമല്ല, ഞാൻ 30ാമത്തെ ട്രൈയില്ല ഗൈസ്. അപ്പം ഞാൻ നോക്കിയപ്പം എന്തായാലും കണ്ടല്ലോ. അപ്പം ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു. ആരാണ്ടൊക്കെ പോയിട്ട് എലിമിനേറ്റ് ആയി. സോ ഇറ്റ്സ് എ ബോട്ട് മാച്ച് ഗൈസ്. സോ അങ്ങനെ എനിക്ക് പോയി ആയിട്ടിട്ടുണ്ട്. ബട്ട് ഇത് റിയൽ റാങ്കിഡൊന്നുമല്ല ഗൈസ്. ഞാൻ ജസ്റ്റ് ചുമ്മാ നിന്നപ്പോൾ എനിക്ക് കിട്ടി. ആൻഡ് ഇത് ഞാൻ റാങ്കിഡിലെന്നുള്ള തെളിവാണ്. ഞാൻ ലോബി അടിച്ചിട്ടും കണ്ട ഒന്നും റാങ്കിഡിൻ്റെ ഒന്നും സമ്മതിച്ചിട്ടില്ല ഗൈസ്. സോ ഇതാണ് സംഭവം. സോ റാങ്കിൻ്റെ അല്ല, ഈ ഒരു മാച്ച് മാത്രം ഞാൻ 30ാമത്തെ മാച്ചല്ലേ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചാണ്. സോ നിങ്ങളെ എപ്പോഴും ഞങ്ങൾക്ക് പറ്റിച്ച് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. സോ നമുക്ക് എന്തായാലും ഇപ്രാവശ്യം നമ്മൾ റാങ്കിഡൊക്കെ തന്നെയാണ്. ഞാൻ കളിയുടെ ലാസ്റ്റ് വേണമെങ്കിൽ എൻ്റെ തെളിവൊക്കെ കാണിച്ചു തരാം. സോ ഞാനിപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് മറ്റേ ഫാം ടോപ്പിയൊക്കെ ആരും ഇതാണ് ഡയറക്റ്റ് സിപ്വേയിലോട്ട് അങ്ങ് സിപ്വേയുടെയും ആ ഒരു ട്വിൻ ബ്രിഡ്ജിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലത്തോട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇറങ്ങുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ഒരു 5 കിലോ അല്ലെങ്കിൽ 4 കിലോ എത്രയെങ്കിലും ഒരു കില്ല് നമുക്ക് ഇപ്രാവശ്യം ഒപ്പിച്ചിട്ട് നമുക്ക് ഇത് മാച്ച് വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്. എനിക്ക് വൈകി ചലഞ്ച്. ഓക്കെ അവിടെ ഒരുത്തൻ നിൽപ്പുണ്ട്. അവൻ ഓഫ്ലൈൻ ആണ്. ഓക്കെ, അവൻ്റെ ടീമേറ്റൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെയല്ല കില്ലും കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഇവിടുന്ന് സൈഡിൽ നിന്ന് വേറെ ഫയറിങ് സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. ഐ തിങ്ക് അവിടെ അതൊരു പ്ലെയറാണ് ദാറ്റ്. ഓക്കെ, അവനെ നമുക്ക് അടിച്ചിടാം. ഓക്കെ, അവൻ ഗ്ലൂ ഒക്കെ ഇട്ട് പെട്ടെന്ന്, എന്നാലും നമുക്ക് എങ്ങനെ അടിച്ചിട്ടുണ്ട് ഗൈസ്. സോ നമുക്കിനി നൈസിന് ഇവിടുന്ന് കൂട്ടാണ്. കാരണം അവന്മാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇവിടെ വേറൊരുത്തനും ഇവിടെ ഉണ്ടെന്ന്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. എന്നിട്ട് നമുക്ക് ഇവിടെ നൈസിന് സ്കൂട്ടാവും ഗൈസ്. ഇവിടെ നൈസ് സീനായിരിക്കും. ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു എനിമി വണ്ടിക്കകത്ത് എന്തോ കളിക്കുന്നുണ്ട്. ഞാൻ അവനെ പെട്ടെന്ന് അടിച്ചിട്ടുണ്ട് ഗൈസ്. സോ പരാഫലി വെച്ചൊക്കെ കുത്തിപ്പിടിച്ച് അവനെ എടുത്തു. അർസണലിൽ നിന്ന് കുറച്ചധികം ലൂട്ടൊക്കെ വാരി ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ എനിമിക്ക് എന്താ കണ്ടു ഗൈസ്. സോ ഓക്കെ, അവനെന്തോ കിളി വാറിക്കുമെന്ന് തോന്നുന്നു. ഞാൻ അവനെ അടിച്ചിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ഒരു ഹോമറിൻ്റെ സ്കില്ല് നമ്മളിവിടെ ഓണാക്കിയിട്ടുണ്ട്. ഇവിടെ വേറൊരു എനിമിനെ ഞാൻ കാണുന്നുണ്ട് ഗൈസ്. അല്ലേ മീൻസ് മാപ്പിൽ കാണിക്കുന്നുണ്ട്. ബട്ട് അവനെനിക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവൻ മറ്റേ ഇൻവിസിബിൾ ആണ് കണ്ടോ, അതുകൊണ്ട് ഞാൻ അവനെ കാണുന്നില്ല ഗൈസ്. സോ അവനെന്നെ പെട്ടെന്നെങ്ങാണ്ടും ചാടി വന്ന് അടിച്ചാൽ ഞാൻ തീർന്നു. സോ നമുക്കിപ്പോൾ 4 കില്ലുണ്ട് ഗൈസ്. അവിടെ ആണെങ്കിൽ 2-3 ഫയറിങ് സൗണ്ടൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. സോ എനിക്ക് ഈ ഒരു മാച്ച് കൂടെ കിട്ടിയില്ലെങ്കിൽ
ഞാൻ നിർത്തും ഗൈസ്, എനിക്ക് വയ്യ. ഞാനൊരു 40ാമത്തെ ട്രൈ ആണ്. ഞാൻ 11 മണിക്ക് ഇരുന്നതാണ്, ഇപ്പോൾ ഒരു ഏകദേശം 3 മണി 4 മണിയോളം ആകാറായി ഗൈസായി. എനിക്ക് വയ്യാണ്ടായി ഞാൻ. സോ ഞാൻ ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാണ്. മീൻസ് ഇതിൽ എനിക്ക് എത്ര കില്ലിടുന്നോ അത്രയും മതി, ഞാൻ നിർത്തുകയാണ്. ഗൈസ് എനിക്ക് വയ്യ. സോ ഞാനിപ്പോൾ മറ്റേ സയൻ ഒരു അൺലിമിറ്റഡ് അല്ല, ഒരു 420 HP ഒക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറകിൽ നിന്ന് 2-3 അടിയൊക്കെ കിട്ടി. അടുത്ത സോണിക് കയറാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് ഞാൻ കുറച്ച് ഡാം എടുത്തിട്ട് ഇങ്ങോട്ടേക്കാണ്. സോ എന്തായാലും നമുക്ക് നോക്കാം, ഒരു 5 ഇല്ലെങ്കിലും പറ്റുമോ നോക്കട്ടെ. എടേ ഇപ്പോൾ സോൺ സ്ട്രിങ്ങിങ് ടൈം ആയതുകൊണ്ട് എല്ലാവരും നല്ല അടിയായിരിക്കും. ഞാനാണെങ്കിൽ മാക്സിമം ബുയി അടിക്കാൻ വേണ്ടി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടിയൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ സംഭവം എടാ അത് ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. അവൻ കാർണൈനേറ്റ് വെച്ച് അടിച്ചിട്ടാ. പിന്നെ അതേണ്ട തെളിവാണ്. ഡയമണ്ട് 3 നമ്മൾ ലോബിയിലാണ് കളിക്കുന്നത്. റാങ്ക്ഡ് തന്നെയാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ മറ്റേ കള്ളമൊന്നും കാണിച്ചില്ല. ബട്ട് ഞാനത് പ്രതീക്ഷിച്ചില്ലടാ. എനിക്കത് ബുയ്യ അടിക്കാൻ പറ്റുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. സോ ഞാൻ ഡ്രോപ്പ് ചെയ്യണം. എനിക്ക് വയ്യാണ്ടായി, മതി. 40ാമത്തെ ട്രൈ ആണ്. സോ വയ്യ. സോ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞി ഫ്രീ ഫയർ വീഡിയോ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് താഴെ കമൻറ്റ് ചെയ്യും. സോ ഞാൻ ഫ്രീ ഫയർ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. നമ്മളെപ്പോഴും മൈൻക്രാഫ്റ്റ് വീഡിയോ തന്നെ ചെയ്താൽ ഒരു ഇതില്ലല്ലോ ഗൈസ്. അതുകൊണ്ട് ഫ്രീ ഫയർ വീഡിയോ ഒന്ന് ട്രൈ നോക്കിയാണ്. സോ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞി വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video guys. Bye. Yeah, I'm the king when I'm in the rain. Got my G when I'm in the van. Gone link pics on a middleman. Ain't nothing but a gold thing.